സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് സന്തോഷവാർത്ത. സംസ്ഥാനത്ത് കുടിശ്ശിക ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലാണ്. ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം. അതിനുശേഷം അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുതിയ അറിയിപ്പ് എത്തിയിരിക്കുന്നത്. മാർച്ച് മാസം മുതലുള്ള പെൻഷൻ തുക വിതരണവും കുടിശ്ശിക വിതരണവും ആനുകൂല്യങ്ങളുടെ വിവിധ മേഖലകളിലേക്കുള്ള വിതരണവും പുതിയ സാമ്പത്തിക വർഷം മുതൽ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനം കേന്ദ്രത്തോട് 10,000 കോടി രൂപയുടെ അധിക വായ്പാനുമതി തേടിയിരിക്കുന്നത്. നിലവിൽ 3 മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂടി കുടിശ്ശികയാണ്. തനത് മാസത്തിലെ പെൻഷൻ തുക വിതരണത്തോടൊപ്പം കുടിശ്ശിക വിതരണവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുതിയതായി പുറത്തു വന്നിരിക്കുന്നത്. കൃത്യമായ സമയത്തിനുള്ളിൽ രേഖകൾ സമർപ്പിച്ചവർക്കും സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി ലിസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെടാതെ നിലനിൽക്കുന്ന ഗുണഭോക്താക്കൾക്കും മാത്രമാണ് ഇനിയുള്ള പെൻഷൻ തുകയ്ക്കും കുടിശ്ശികയ്ക്കും അർഹതയുള്ളതെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഇതോടൊപ്പം തന്നെ ഫെബ്രുവരി മാസത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1,600 രൂപ വീതം വിതരണം ചെയ്തപ്പോൾ 8 ലക്ഷത്തോളം വരുന്ന വിധവ, വാർദ്ധക്യ, ഭിന്നശേഷി പെൻഷൻ ഗുണഭോക്താക്കളിൽ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന NSCP ഗുണഭോക്താക്കൾക്ക് 200, 300, 500 എന്നീ കേന്ദ്രവിഹിതം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിച്ചു. ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേർന്നതായുള്ള മെസ്സേജുകൾ ഫോണുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാണ് കേന്ദ്രം തുക നിക്ഷേപിക്കുക. പെൻഷൻ ഡേറ്റാബേസിൽ നൽകിയിട്ടുള്ള ആധാറുമായി ബന്ധപ്പെടുത്തിയ ബാങ്ക് അക്കൗണ്ട് നമ്പറുകളിലേക്ക് മാത്രമാണ് തുക വിതരണം ആരംഭിച്ചിട്ടുള്ളത്. ഇനി സംസ്ഥാനത്ത് കുടിശ്ശികയായിരിക്കുന്ന 3 ഗഡു പെൻഷൻ തുക വിവിധ ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. വിവിധ മേഖലകളിലായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക, സാമ്പത്തിക വർഷാവസാനത്തെ ചിലവുകൾ മറികടക്കുക എന്നീ ലക്ഷ്യത്തോടുകൂടി സംസ്ഥാനം കേന്ദ്രത്തോട് കൂടുതൽ വായ്പ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തു നൽകിയിട്ടുണ്ട്. പെൻഷൻ കുടിശ്ശിക തീർക്കൽ, ക്ഷാമബത്ത കുടിശ്ശിക വിതരണം ചെയ്യുക, നിർമ്മാണ തൊഴിലാളി മേഖലകളിലെ കുടിശ്ശിക വിതരണം, മാർച്ച് മാസത്തിലെ പദ്ധതി ചെലവുകൾ മറികടക്കൽ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വീണ്ടും വായ്പാനുമതി തേടിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.